മൊത്തം എത്ര പേരാ? 15. 15 പേരുടെയും പേര് ഓർത്തിരിക്കാൻ പറ്റുമോ? പേര് പറയാൻ പറ്റുമോ? മാത്തച്ഛൻ, കുര്യൻ, ഫ്രാൻസിസ്, തോമാച്ചൻ, യേശാച്ചൻ, മാർട്ടിയം, തങ്കച്ചൻ, ടോമി, മേരി, കുട്ടിയമ്മ, എലുസി, ലിസി, ലൂസി, ജോയി, സാബു. മൂത്തയാളാരാ? മാത്തച്ഛൻ. ഈ മാത്തച്ഛന് എത്രാം വയസ്സിലായിരുന്നു പ്രസവിച്ചേ? 20. 20-ാം വയസ്സില്. ഏറ്റവും ഇളയ ആളാരാ? ഏറ്റവും ഇളയത് സാബു. സാബുവിന് എത്രാം വയസ്സിലാണ് പ്രസവിച്ചേ? അതൊന്നും ഞാൻ ഓർക്കുന്നു. ബാക്കിയുള്ളതൊക്കെ 2 വയസ്സായപ്പോഴത്തേനും ഇളയത്. ഈ 15 പിള്ളേരെയും വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചത്. അതെ അതെ. ആശുപത്രി പോയിട്ടില്ല. ഒരാൾക്ക് മാത്രം പിന്നെ പ്രസവിച്ചതിന് ശേഷം ഇത്തിരി അസുഖം ഉണ്ടായിരുന്നു, ആശുപത്രി പോയുള്ളൂ. അതെ. ശ്രദ്ധിക്കുക, 15 പേരെയും ഈ അമ്മച്ചി പ്രസവിച്ചത് ഒരു ആശുപത്രിയിലും പോകാതെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി 15 നോർമൽ പ്രസവങ്ങൾ. ഈ ഇളയ പിള്ളേരുണ്ടാകുമ്പോഴേക്കും മൂത്ത പിള്ളേർക്ക് പോലെ ചിത്താന്തം ഉണ്ടായിരുന്നോ? ചിത്താന്തം മടക്കൊക്കെ ഉണ്ട്. തൊട്ടിയിലൊക്കെ കെട്ടി കട്ടിയൊക്കെ ഓർക്കും. ഗർഭകാല ശുശ്രൂഷയെ കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, പിന്നെ എന്റെ അമ്മയുള്ളതുകൊണ്ട് കഷായം വെച്ചേരും. ഇല്ല. അമ്മയ്ക്കറിയാം അങ്ങാടി മരുന്ന്, അങ്ങാടിപ്പെട്ടി ചെന്ന അങ്ങാടി മരുന്ന് മേടിച്ചു കൊടുന്ന ഉണ്ടാക്കി തരും. അന്നത്തെ കുട്ടികളുടെ ബേബി ഫുഡ് എന്തായിരുന്നുവെന്ന് അമ്മച്ചി പറയുന്നത് കേൾക്കുക. ഇനി എന്നൊക്കെ ചോറരച്ചാ കൊടുക്കുള്ളൂ പിള്ളേർക്ക്. അല്ലാണ്ട് ഒന്നും കൊടുക്കരുത്. പാല് മേടിക്കോ ബിസ്ക്കറ്റ് മേടിക്കോ ഇതൊന്നും മേടിച്ചു കൊടുക്കാതാ. 15 പിള്ളേരുടെ പ്രധാനപ്പെട്ട ആഹാരം ചോറ് മാത്രമേ. പാല് പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. ചോറ് കൊടുത്താണ് ഈ 15 മക്കളും. തുടരെ തുടരെ പ്രസവിച്ചിട്ടും ക്ഷീണം വലുതുമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു, ഇല്ല. ഒന്നുമില്ല. അത് അന്ന് പിന്നെ ഞാൻ ചോദിച്ചെന്നാ അന്നൊക്കെ ഈ കപ്പയും ചോറും ഒക്കെ ഉള്ളൂ. അന്നും ഈ പാലും പഴവും ഒന്നുമില്ല. എന്നാലും വെള്ളം ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. അതായിരുന്നു ചോറ്. പിന്നെ ആരോഗ്യത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. സകല കാര്യങ്ങളും അമ്മയെ നോക്കിയില്ല. ഇത്രയും മകൾക്ക് ജന്മം കൊടുത്തു, എന്നിട്ടും ഇങ്ങനെ മിടുക്കിയായിട്ട് 86-ാം വയസ്സിൽ ഇങ്ങനെ മിടുക്കിയായിട്ടിരിക്കുന്നതിന്റെ രഹസ്യം എന്താ? അതെന്നാന്ന് എനിക്കറിയില്ല. 15 മക്കളെ പ്രസവിച്ചിട്ടും ഈ 84-ാം വയസ്സിലും ഇങ്ങനെ മിടുക്കിയായിരിക്കുന്നതിന്റെ രഹസ്യം അമ്മച്ചി പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് കാണുക. ഇത്രയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാതെ വളർത്തിയതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അതിപ്പോ കൊച്ചുകൂടെ വഴക്കൊന്നും കൂടായിരുന്നു. അനങ്ങാതെയൊക്കെ ഇരുന്നോന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കും. അത് ഒരു വഴക്കുമില്ല. എല്ലാവരും പള്ളിക്കുട്ടി പോകാറായാൽ പിന്നെ എല്ലാവരും പള്ളിക്കുട്ടി പോയി അവര് ഒരാൾ വന്നിട്ട് പറയും അവരോട് വരട്ടെ, അന്നേരം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും. 15 മക്കളിൽ കൂടുതലുള്ള ആരെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും കൂട്ടുകാരികളോ അങ്ങനെ വല്ലവരും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. ഇല്ല. അപ്പൊ അമ്മച്ചിയുടെ അറിവില് അമ്മച്ചിയാണ് അത് തന്നെ ഏറ്റവും വലിയ അമ്മച്ചി. അല്ല വേറെ കൂട്ടുപിള്ളേരൊന്നും ആരുമില്ല. മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന സന്തോഷ മുഹൂർത്തങ്ങളെ പറ്റി അമ്മച്ചി പറയുന്നത് ഇങ്ങനെ, അത് വരുമ്പോ എല്ലാവർക്കും കൂടെ വലിയൊരു സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും. പിന്നെ പെരുന്നാളിനൊക്കെ അവർക്ക് സമയമുള്ളവരൊക്കെ നേരത്തെ തലേദിവസം വരും. നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനാ. അങ്ങനെ എല്ലാവരും ഒത്തിച്ചു കൂടുന്ന ഒരു വലിയ സന്തോഷം. അത് സന്തോഷാ. പുതിയ പേരാണെങ്കിൽ ഈ റൂമൊക്കെ മതിയോ? ഇത് തന്നെയൊക്കെ അറിയാം. അതെ, എല്ലാരും ഒരുമിച്ച് കൂടുമ്പോ ഏകദേശം എത്ര പേര് വരും? അവർ 150 പേരോട് ഉണ്ട്. ഈ 150 പേരുടെ നടുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വലിയൊരു രാജ്ഞിയുടെ ഒരു വെയിറ്റ് ഒക്കെ തോന്നില്ലേ? അതൊരു രസമല്ലേ? ഞാൻ പിള്ളേർക്കൊക്കെ അവരുടെ പോലെ ഇവിടെ സഹായിക്കാനൊക്കെ കൂടും. വിളമ്പാനും പറക്കാനും ഒക്കെ കൂടും. പിന്നെ വർത്താനം പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരിക്കും. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ കഴിക്കാൻ ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് ഇച്ചിരി ചോറ് ഇച്ചിരി മീന്. പണ്ടോ? പണ്ടെല്ലാം തിന്നും. കപ്പ തിന്നും, ചേന തിന്നും. ചേന എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം നമ്മുടെ പറമ്പിലുണ്ടാക്കുന്ന അത് തന്നെ. അല്ല മേടിച്ച ഒരു സാധനം. അന്ന് ഈ മേടിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും നമ്മളൊന്നും കഴിക്കില്ലായിരുന്നു. ഇല്ല. അന്നങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നട്ടുണ്ടാക്കും. പറമ്പുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, വാഴക്കൊലയുണ്ട്. മേടിയൊരു മീൻ മാത്രം മേടിക്കും. അതേ ഉള്ളൂ. ആശുപത്രിയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഈ നാളൊക്കെ ഇത്രയും പ്രായമായി ഒരു പനിച്ചൊരു പെണ്ണായിട്ട് ആശുപത്രി ഇന്ന് വരെ പോയിട്ടില്ല. പോയിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പനി പോലെ വരും. അതെന്തെങ്കിലും മരുന്ന് കുടിക്കും അങ്ങ് പോകും. ആശുപത്രി പോയി കിടന്നിട്ടില്ല പനിയാന്നും പറഞ്ഞെന്ന്. അമ്മച്ചിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താ? എനിക്കിപ്പോ എല്ലാം സന്തോഷമാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥനാശീലങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ ആറ്റിന് 7 മണിയാകുമ്പോൾ കുതിച്ചറിക്കാൻ തുടങ്ങും. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ മതി അത് നിർത്തിയേക്കാൻ പറയും. ഞാൻ അന്നേരം അങ്ങ് നിർത്തിയേക്കും. എൻ്റെ അടുത്തോണ്ടിരിക്കുക.
ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന മാറ്റമ്പുണ്യാളോടാ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും. ഗർഭകാല വിശ്രമമോ ഗർഭകാല ശുശ്രൂഷകളോ ഒന്നും അന്നില്ലായിരുന്നുവെന്ന് അമ്മച്ചി ഓർക്കുന്നു. ആശുപത്രി പോക്കായി, മരുന്ന് മേടിലായി, വിശ്രമമായി, ഇതൊന്നും ഇല്ലാഞ്ഞു. ആ രാജ്യത്തിൽ പോയി മരുന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ 6 നേരത്തെ മരുന്ന് കുടിക്കും. പൊയ്ത്തായി, കാടുപറിയായി, ഞാറുപറിക്കായി, ഞാറുപടിയിലായി. പ്രസവ ദിവസം പോലും പറമ്പിൽ പണിയെടുത്തിരുന്ന ഓർമ്മകൾ ആവേശത്തോടെ അമ്മച്ചി പങ്കുവയ്ക്കുന്നു. ഞാൻ കൊയ്തേ അന്ന് രാത്രി വന്ന് പിള്ളേരെ പ്രസവിച്ചിട്ടുണ്ട്. മൂത്ത അവനെ ആണേലും ഞാൻ പ്രസവിക്കുന്ന അമ്മ നെല്ല് പുഴുങ്ങി, നെല്ലുണ്ടാക്കില്ല, നെല്ല് പുഴുങ്ങി ഉണെങ്കിൽ 5 പറ നെല്ല് ഞാനും അമ്മയും കൂടെ കൂടി കുട്ടി വെച്ച് തീറ്റി വെച്ചു അന്ന് രാത്രി അവരുണ്ടായി. ഇളയ മകൻ സാബു അമ്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ: എനിക്കിപ്പോൾ 43 വയസ്സായി. എൻ്റെ ഓർമ്മയുള്ള ആ കാലം തൊട്ട് അമ്മേനെ ഇന്നുവരെയായിട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടില്ല. അമ്മ ഇപ്പോൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങളെയൊക്കെ കാത്തു നോക്കി